സഹിත ഏറ്റവും ദുഃഖകരമായ വാർത്ത ഇപ്പോൾ ജനങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വരും. കേരളത്തിന്റെ ഏറ്റവും ജനകീയ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ഓർമ്മയായിരിക്കുന്നു. ഏറ്റവും വലിയ പോരാളി, കേരള രാഷ്ട്രീയങ്ങളുടെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ പോരാളി, എല്ലാ രാഷ്ട്രീയ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ച്, എല്ലാ ആരോഗ്യ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വന്നിരുന്ന വി.എസ്. അച്യുതാനന്ദൻ ഇനി ഇല്ല എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് അത്രയധികം വിഷമത്തോടുകൂടി പങ്കുവയ്ക്കാം. ഇപ്പോൾ ആശുപത്രിയുടെ മെഡിക്കൽ ബിൽ പുറത്തു വന്നിരിക്കുന്നു. പട്ടം SUT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ വൈകുന്നേരം 3:20 ദിവംഗതനായ വിവരം വ്യസനസമേതം അറിയിക്കുന്നുവെന്ന് ഡോക്ടർ രാജശേഖരൻ നായർ മെഡിക്കൽ സൂപ്രണ്ടിന്റെ വാർത്താക്കുറിപ്പ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിരിക്കുന്നു. ഔദ്യോഗിക സ്ഥിരീകരണമാകുന്നു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ ഇനി ഓർമ്മ, അദ്ദേഹത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന പ്രവർത്തനം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഇനി അതിലൂടെ മാത്രം വി.എസ്. ഓർമ്മിക്കപ്പെടും. വി.എസ്. എന്ന നേതാവ് ഇനി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കേരളം എത്തുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിലേറെയായി വി.എസ്. അക്ഷരാർത്ഥത്തിൽ ജീവന് വേണ്ടി പോരാടുകയായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരു തികഞ്ഞ പോരാളി ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിൽ കണ്ടിട്ടുണ്ടാകില്ല. അത്തരമൊരു പോരാളിക്കാണ് ഇപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു അന്ത്യമാകുന്നത്. വി.എസ്. എന്ന നേതാവ് ഇനിയില്ല എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. ഏതായാലും വി.എസ്. അച്യുതാനന്ദന്റെ മരണവിവരം ഇപ്പോൾ ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയാണ്. സുരേഷ്, ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ്. അങ്ങയോട് ചോദിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ സംസാരിക്കാനാവുന്ന അവസ്ഥയിലല്ല. അതിൽ കേരളത്തിന്റെ ഒരു കാവലാൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണിനും മനുഷ്യനും കാവലായിട്ട് വി.എസ്. ഉണ്ടായിരുന്നു. വി.എസ്. ഇല്ല എന്ന വാർത്ത വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. കേരളത്തിന്റെ കാവലാൾ, കേരളത്തിന്റെ രക്ഷാകർതൃത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് എനിക്കിപ്പോൾ കൂടുതൽ സംസാരിക്കാൻ അശക്തനാണ് ഞാൻ. അത്രത്തോളം വ്യക്തിപരമായി വിഷമം, ദുഃഖവും അനുഭവിക്കുകയാണ്. കേരളത്തിനൊരു കാവലാൾ. എനിക്ക് സംസാരിക്കാൻ ഞാനിപ്പോൾ അശക്തനാണ്. ആ വാർത്ത എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ 23-ാം തീയതി വി.എസ്. അഡ്മിറ്റ് ചെയ്തതാണ്. ഞങ്ങളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി, ഞങ്ങളെല്ലാം കേരളത്തിന്റെ പുറത്തും കേരളത്തിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വി.എസ്. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് സംഭവിച്ചത്. അതുകൊണ്ട് അതീവ ദുഃഖവും വിഷമവും ആയിരക്കണക്കിന് വി.എസിനെ സ്നേഹിക്കുന്ന, പാർട്ടിയിലെ വി.എസിനെ സ്നേഹിക്കുന്ന, പാർട്ടിയിലല്ലാത്ത ആളുകൾ വി.എസിനെ സ്നേഹിക്കുന്നുണ്ട്. അവരെല്ലാം അനുഭവിക്കുന്ന ദുഃഖത്തോടൊപ്പം തന്നെ അതീവ ദുഃഖം വ്യക്തിപരമായിട്ട് ഞാനും അനുഭവിക്കുകയാണ്. കേരളത്തിനൊരു കാവൽ നഷ്ടപ്പെട്ടു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുതന്നെയാണ്, കേരളത്തിനൊരു കാവൽ നഷ്ടപ്പെട്ടു. അതാണ് സുരേഷിന്റെ അനുസ്മരണം. വളരെ ഏറ്റവും വ്യക്തിപരമായി വി.എസിനോട് ചേർന്ന് നിന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫുകളുടെ ഒരാൾ കൂടിയാണ് വി.എസ്. ദീർഘനാൾ വി.എസിനൊപ്പം നിന്ന ആളുകളാണ് വി.എസ്. സുരേഷിനെ പോലുള്ള ആളുകൾ. അവർക്കൊക്കെ സ്വാഭാവികമായി ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. വി.എസിന്റെ പ്രായം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമായിരുന്നെങ്കിൽ പോലും വി.എസ്. എക്കാലവും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. നാടിന് എന്താവശ്യം വന്നാലും ആ ഘട്ടത്തിൽ വി.എസ്. ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു പോകുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവർക്ക് തീർത്താത്ത നഷ്ടമായി വി.എസ്. മാറുമെന്ന് ഉറപ്പാണ്. നമുക്കൊക്കെ കഴിഞ്ഞ 6 വർഷത്തിലേറെയായി വി.എസ്. സജീവമല്ലാതിരുന്ന കാലഘട്ടം. പക്ഷേ അതിനു മുമ്പും ഓരോ ഘട്ടത്തിലും വി.എസ്. എന്ന നേതാവ് അത്രയേറെ ജനങ്ങളുടെ ഒപ്പം നിന്നയാളാണ്. ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലും ഓരോ വിഷമങ്ങളിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, എവിടെയെങ്കിലും ഒരു പരിസ്ഥിതിക്ക് നാശമുണ്ടാകുമ്പോൾ, എവിടെയെങ്കിലും ഒരു സ്ത്രീക്ക് കരയേണ്ടി വന്നാൽ അപ്പോഴൊക്കെ ആദ്യം കേരളം അന്വേഷിക്കുന്ന വി.എസിനെയാണ്. വി.എസിന്റെ ശബ്ദമാണ്. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാണുകയാണ്. വി.എസിന്റെ മറ്റേ സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കും. വി.എസ്. എന്ന വിപ്ലവ സൂര്യൻ വിടവാങ്ങുന്നു. 1923 മുതൽ 2025 ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ CPM-ന്റെ ആൾക്കെയും പ്രമുഖ നേതാവായ സഹാബ് വി.എസ്. അച്യുതാനന്ദൻ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മെ
വിട്ടുവീഴ്ചയാണ്. ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ